തലസ്ഥാനത്തെ മാലിന്യ നീക്കത്തിൽ പരാജയപ്പെട്ട തിരുവനന്തപുരം നഗരസഭ ഹൈക്കോടതിയിൽ നിന്നടക്കം രൂക്ഷ വിമർശനം നേരിടേണ്ടി വന്നിട്ടും മാലിന്യ നീക്കം എങ്ങും എത്തിയില്ല. ആമയിഴഞ്ചാൻ തോട്ടിലെ അപകടം പാഠമാക്കാതെ തിരുവനന്തപുരം നഗരസഭ ജോയിയുടെ മരണത്തിന്റെ പശ്ചാത്തലത്തിൽ നഗരം മാലിന്യമുക്തമാക്കാമെന്ന് അവകാശപ്പെടുമ്പോഴും രൂപപ്പെടുന്നത് വിവിധ മേഖലകളിലെ മാലിന്യ കൂനകളാണ്. ജനം എക്സ്ക്ലൂസീവ്. ആമയിഴഞ്ചാൻതോട്ടിൽ ശുചീകരണ തൊഴിലാളിയായ ജോയി അകപ്പെട്ട് മരണമടഞ്ഞിട്ട് ദിവസങ്ങൾ കഴിഞ്ഞതേയുള്ളൂ. തൊട്ടു പിന്നാലെയാണ് ഹൈക്കോടതിയിൽ നടക്കം രൂക്ഷ വിമർശനം തിരുവനന്തപുരം നഗരസഭ കേൾക്കേണ്ടി വന്നത്. മാലിന്യമുക്തമാക്കുമെന്ന തിരുവനന്തപുരം നഗരസഭ മേയറുടെ വാക്കുകൾ പാഴായോ അതോ നടപ്പായോ? നോക്കാം തിരുവനന്തപുരം നഗരത്തിലെ മാലിന്യ കാഴ്ചകളും ഒപ്പം നഗരം സ്മാർട്ടായോ എന്നും. ജോയ് എന്ന ശുചീകരണ തൊഴിലാളി മരണപ്പെട്ടതിന് പിന്നാലെയാണ് തലസ്ഥാനത്തിന്റെ വിവിധ മേഖലകളിൽ മാലിന്യമുണ്ട് എന്നുള്ള ബോധം നഗരസഭയ്ക്ക് ഉദിച്ചത്. തൊട്ടുപിന്നാലെ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് മേയർ നിർദ്ദേശം നൽകി. എന്നാൽ നഗരത്തിലെ വിവിധ റോഡുകളും ജനവാസ മേഖലയിലും അവസ്ഥ പരിതാപകരമാണ്. കുട്ടികളുടെ ഡയപ്പർ മുതൽ കക്കൂസ് മാലിന്യം വരെ ഉണ്ട് ഇവിടെ. നഗരത്തിലെ വിവിധ മേഖലകളിൽ മാലിന്യം കുന്നുകൂടുകയാണ്. അറവുശാലയിലെയും വീടുകളിൽ നിന്നുള്ള മാലിന്യവും ബിയർ ബോട്ടിലുകളും രാത്രിയുടെ മറവിൽ റോഡുകളുടെ വശങ്ങളിൽ തന്നെ എത്തും. കാക്കകൾ കൊത്തിവലിച്ചും തെരുവ് നായ്ക്കളുടെ വിഹാര കേന്ദ്രമായും ഇത്തരമിടങ്ങൾ മാറി. മാലിന്യമുക്തം തലസ്ഥാനം എന്ന ബോർഡുകൾ പലയിടത്തുമുണ്ടെങ്കിലും ഇത്തരം ബോർഡുകൾക്ക് 20 മീറ്റർ പോലും മാറാതെ കൃത്യമായി മാലിന്യ നിക്ഷേപമുണ്ട്. കൃത്യമായ പരിശോധനകൾ നടത്താത്തതും മാലിന്യം നിക്ഷേപിക്കുന്നവർക്ക് ഇഷ്ടകേന്ദ്രമായി ഇത്തരം സ്ഥലങ്ങൾ മാറി. കുട്ടികളുടെ ഡയപ്പർ മുതൽ അറവുശാലയിലെ മാലിന്യങ്ങൾ വരെയുള്ള മാത്രം ഇത്തരത്തിൽ വിവിധ മേഖലകളിൽ കൂനകൾ കുന്നുകൂടുകയാണ്. നഗരം മാലിന്യമുക്തമാക്കുമെന്ന് അടിക്കടി അവകാശപ്പെടുന്ന നഗരസഭാ മേയർ ആര്യ രാജേന്ദ്രനും ഒപ്പം ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണും ഒന്നുകൂടി ശ്രദ്ധിക്കുക. പേരറിയാത്ത ഒരുപാട് രോഗങ്ങൾ തലസ്ഥാനത്ത് പിടിമുറുക്കുമ്പോൾ ഇങ്ങനെയുമുണ്ട് ചില മറുകാഴ്ചകൾ. അത് നീക്കം ചെയ്തേ മതിയാകൂ. ക്യാമറാമാൻ അനീഷ് കാട്ടാക്കടയ്ക്കൊപ്പം എസ് ഷാനി, ജനം, തിരുവനന്തപുരം.